ഡിസംബറിന് നടന്ന 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എന്താകും? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 1 മീറ്റർ വശമുള്ള സമചതുരാകൃതിയിൽ ഒരു തുണി ഉണ്ടെന്നാണ്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തുണിയുടെ ഒരു സൈഡ് 1 മീറ്റർ ആണെന്നാണ്. ഇനി അതിന്റെ വില 100 രൂപയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ തുണിയുടെ വില പറയുന്നത് ഇത്ര മീറ്റർ സ്ക്വയറിന് ഇത്ര വില എന്നാണ്. അപ്പോ ഈ സ്ക്വയർ ഷേപ്പിലുള്ള തുണിയുടെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്നാണ്. അപ്പൊ 1 ഇൻറ്റു 1 1. 1 മീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയർ ഷേപ്പിലുള്ള തുണിയുടെ ഏരിയ. അതിന്റെ വില 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി നീളവും വീതിയുമുള്ള മറ്റൊരു സ്ക്വയർ ഷേപ്പിലുള്ള തുണിയുടെ വിലയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 1 മീറ്ററിന്റെ പകുതി 0.5 മീറ്റർ നീ എടുത്തേക്കുവാണ്. അപ്പൊ 0.5 മീറ്റർ സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയർ എടുത്തേക്കുവാണ്. അപ്പൊ ഈ സ്ക്വയർ ഷേപ്പ് തുണിയുടെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 0.5 ഇൻറ്റു 0.5. അപ്പൊ 0.5 ഇൻറ്റു 0.5 എത്രയാണ്? 5 ഇൻറ്റു 5 25. 2 ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് മാറി ഇവിടെ പോയിന്റ് ഇടുന്നു. 0.25 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 0.25 മീറ്റർ സ്ക്വയർ തുണിയുടെ വില എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 മീറ്റർ സ്ക്വയറിന്റെ വില 100 രൂപ. 0.25 മീറ്റർ സ്ക്വയറിന്റെ വില എക്സ് ആയിട്ട് എടുക്കുക. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 1 എക്സ് is equal to 0.25 into 100. 0.25 into 100. 0.25 into 100 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. അപ്പൊ x is equal to 25. 25 rupees ആണ് നമ്മുടെ ഫൈനൽ ആൻസർ, ഓപ്ഷൻ എ.